ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വിനീത് ആ ക്യാരക്ടറിനെ നോക്കിയിട്ടാണ് ധ്യാനെ കാസ്റ്റ് ചെയ്തത്, ധ്യാനെ അപ്പൂനെയും. ഇതേപോലെ ശ്രീനിയങ്കൾ ലാൽ ചേട്ടന്റെ ഒരു അദ്ദേഹം അവരുണ്ടായിരുന്നു ആദ്യം, ലാൽ സാറും ശ്രീനി സാറും സെക്കൻഡ് ഹാഫ് ആക്ച്വലി അന്ന് സാറിന് വയ്യായിരുന്നല്ലോ, ശ്രീനിവാസൻ സാറിന് ഒട്ടും വയ്യല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് വിനീത് ഇവരിലോട്ടായത്. ഫസ്റ്റ് ഹാഫ് ധ്യാനും അപ്പും കൂടെ, പ്രണവ്. സെക്കൻഡ് ഹാഫ് ഇതേപോലെ ലാൽ ചേട്ടനും ശ്രീനിയങ്കളും കൂടെ അതിന്റെ കണ്ടിന്യൂഷൻ. അപ്പൊ അങ്ങനെയായിരുന്നു ചെയ്തത്. അതിനുവേണ്ടി വിനീത് പറഞ്ഞായിരുന്നു ധ്യാന്റെ അടുത്ത് മെലിയണം എന്നൊക്കെ, പക്ഷെ അന്ന് മെലിഞ്ഞു. ഇതേപോലെ ഭയങ്കര വാശിയില് പുള്ളി ഫോണിലാക്കി നോക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും സെറ്റ് വന്നപ്പോ എല്ലാരും ഞെട്ടി. കാര്യം വളരെ ആ ക്യാരക്ടർ മാത്രമല്ല പെർഫോം ചെയ്തതും എനിക്ക് തോന്നുന്നു ധ്യാന്റെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് പെർഫോമൻസ് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് പ്രായമുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക്ഔട്ട് ചെയ്തോ ധ്യാൻ അതിന് വേണ്ടി? അത് ചെയ്തായിരുന്നു. ഇല്ല, ബിക്കോസ് ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ അല്ലല്ലോ, എത്രയോ വർഷം അയാൾ അത് ചെയ്യാറില്ല. ഇല്ല, അയാള് ഭയങ്കര ടാലന്റഡ് ആക്ടർ.